മുതിർന്ന CPI നേതാവ് KE ഇസ്മായിലാണ് നമുക്കൊപ്പം ചേരുന്നത്. LDFന് വലിയ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടായത്. വലിയൊരു തോൽവി തന്നെയാണ് കേരള ജനത സമ്മാനിച്ചത്. അതിലേക്ക് നയിച്ച പ്രധാനമായ കാരണങ്ങൾ എന്തായിരിക്കും? ഇത്രയും വലിയൊരു തോൽവി LDF പ്രതീക്ഷിച്ചിട്ടില്ല. കുറച്ച് തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു. എന്നാലും ചെറിയ ഭൂരിപക്ഷത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ധാരണകളെല്ലാം അസ്ഥാനത്താണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബോധ്യമായി. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളുടെ അതേ സ്ഥാനത്ത് അത്രയും വോട്ട് കവർ ചെയ്ത് 10,000-20,000 വോട്ടിന് UDF ജയിക്കുന്നൊരവസ്ഥയുണ്ടായി. തീർച്ചയായിട്ടും ഗൗരവമായിട്ടത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഞങ്ങൾ 25 സീറ്റിലാണ് മത്സരിച്ചത്. 8 സീറ്റാണ് ജയിച്ചത്. പരാജയം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പരാജയം കണ്ട് നോടുന്നവരൊന്നുമല്ല. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുകയല്ലാതെ വേറെ വഴിയില്ല. CPMനും അതുതന്നെ മാർഗമുള്ളൂ. എന്നാലും ഈ 10 കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എതിർപ്പുകളെല്ലാം ഉണ്ടായിട്ടും സാമ്പത്തിക ഉപരോധമുണ്ടായിട്ടും ഒരു ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതും പരമാവധി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചൊരു ഗവൺമെൻറ്റാണ്. ജനങ്ങൾക്കതിൽ ആക്ഷേപമൊന്നുമില്ല. പരമാവധി ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10-62 ലക്ഷം പേർക്ക് ക്ഷേത്രപള്ളി പെൻഷൻ 2,000 റുപ്യ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ 62 ലക്ഷം പേർക്കുണ്ടത്. അത് 10 കൊല്ലം മുമ്പ് 600 റുപ്യയായിരുന്നു. 600 റുപ്യ തന്നെ 18 മാസത്തെ കുടിശ്ശിക വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുന്നത്. ആ കുടിശ്ശിക കൊടുത്തിട്ട് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ചിട്ടാണ് 2,000 റുപ്യ ആക്കിയത്. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത് കൊടുക്കാൻ കഴിയാതെ വരണ്ട എന്നുള്ളതുകൊണ്ട് ഒരു മാസത്തെ അഡ്വാൻസും കൊടുത്തിട്ടാണ് തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോയത്. അതുപോലെ കുടുംബിണികൾക്ക് കൊടുക്കുന്നു, തൊഴിലില്ലാത്ത അഭ്യസ്തർക്ക് കൊടുക്കുന്നു, മറ്റെല്ലാ മേഖലകളിലും അതിൻ്റെ ഉണ്ട്. പിന്നെ വികസന പ്രവർത്തനങ്ങളിലാണെങ്കിൽ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആരോഗ്യരംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്താണ് കേരളം എന്നുള്ളത് കേന്ദ്രം തന്നെ അംഗീകരിച്ചിട്ടുള്ള വിഷയമാണ്. അങ്ങനെ ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന നിലപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഭരിക്കുന്നവരോടുള്ള വിരോധം, പാർട്ടികളോടുള്ള വിരോധം അണികളിലും അനുഭാവികളിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് തന്നെ കുറേശ്ശെ മനസ്സിലായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ ബോധ്യമായി. പല സ്ഥലങ്ങളിലും അത് പ്രകടമായിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ CPMൽ നിന്ന് ചില വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടി അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് പുറത്തു വന്ന ആളാണ് ഈ കുഞ്ഞിക്കണ്ണൻ. അതുപോലെ തന്നെ ഗോവിന്ദൻ. അവർ രണ്ടാളും വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളെന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ മണ്ഡലങ്ങളൊക്കെ. അവിടെ LDFനെ പരാജയപ്പെടുത്തി ഇവർ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ടിരുന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. അത് CPM പരിശോധിക്കേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയൊക്കെ ആ പ്രദേശത്ത് വളരെ ദുർബലമാണ്, CPI. എന്നാൽ CPM ഗ്രാമങ്ങളിലുള്ള പ്രദേശങ്ങളത്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാതെ ശ്രദ്ധിക്കാതെ ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന ഒരു നിലയെടുക്കുന്നൊരവസ്ഥ പലരിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം എന്ന് ഈ പാർട്ടി അനുഭാവികളും അണികളും തീരുമാനിച്ചതാണ് ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം. അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. അവരൊന്നും ഈ പാർട്ടിക്കെതിരല്ല, പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല. ആ അനുഭാവികളും അണികളും ഒക്കെ തന്നെ അതാത് പാർട്ടിയുടെ കൂടെയുണ്ട്. CPIയുടെ കൂടെ നിൽക്കുന്നവർ CPIയുടെ കൂടെയുണ്ട്, CPMൻ്റെ കൂടെയുള്ളവർ CPMൻ്റെ കൂടെയുണ്ട്. പക്ഷേ നിങ്ങൾ ഈ നിലയിൽ പോയാൽ നിങ്ങളെ അടുത്ത 5 കൊല്ലം കൂടി ഭരണം തന്നാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല, നിങ്ങളെ ഒന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് അവർ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. പലരുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ തോന്നുന്നത് തന്നെയാണ്. അവരിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ഇതൊക്കെയാണെങ്കിലും
ജനങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്ന ചില പ്രദേശങ്ങളിൽ ഈ തിരിച്ചടിയൊന്നും അവിടെ ഏച്ചിട്ടില്ല. ഞാനിപ്പോൾ പട്ടാമ്പിയിലാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉണ്ടായിരുന്നത്. പട്ടാമ്പി പഞ്ചായത്തിൽ UDF വളരെ ശക്തിയായിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന പഞ്ചായത്തുകളിൽ പോലും അവരുടെ ഭൂരിപക്ഷം UDFിൻ്റെ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ 2500 3000 വോട്ട് വരെ UDF ലീഡ് ചെയ്യും. ഞാൻ മത്സരിക്കുന്ന കാലത്ത് ലീഡ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അവിടെ 100 വോട്ടേ ലീഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തിരുവേഗപ്പുറ പഞ്ചായത്ത് നല്ല ലീഡ് ഉണ്ടാകുന്നതാണ്. അവിടെ 1000 വോട്ടേ ലീഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ പഞ്ചായത്തിലും അവിടെ മുഹമ്മദ് മുഹസിൻ ലീഡാണ്. അപ്പോൾ ജനങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുകയും ജനങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്ന ജനനേതാക്കളും പാർട്ടി പ്രവർത്തകരും എവിടെയുണ്ടോ അവിടെ അവർ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തേണ്ടവർ തിരുത്തണം. ജനങ്ങളല്ല തിരുത്തേണ്ടത്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതൃത്വമാണ് തിരുത്തേണ്ടത്. അത് തിരുത്തേണ്ടി വരും. അത് ഗൗരവമായിട്ട് ആലോചിക്കും. ഞങ്ങളുടെ പാർട്ടി ഇന്ന് നാളെയൊക്കെ കമ്മിറ്റി കൂടുന്നുണ്ട്, CPM കമ്മിറ്റി കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഗൗരവമായിട്ട് ആലോചിക്കും. പാർട്ടികളൊക്കെ എത്രയോ ഇതുപോലുള്ള തിരിച്ചടികളും പ്രയാസങ്ങളൊക്കെ നേരിട്ട് വളർന്നു വന്നൊരു പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് അമ്പരന്ന് പരിഭ്രമിക്കൊന്നുമില്ല. ഇതൊക്കെ മുറിച്ചു കിടക്കാൻ ഈ പാർട്ടി കഴിയും. അതിന് അനുസരിച്ച നിലപാടുകൾ പാർട്ടി നേതൃത്വം സ്വീകരിച്ചാൽ ഇതൊക്കെ മുറിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ജനങ്ങൾ എന്തായാലും പ്രയാസം അനുഭവിക്കാൻ പോവുകയാണ്. അതിന് യാതൊരു സംശയമില്ല. അത് അവർക്ക് ഒരു ദേഷ്യത്തിന് കിണറ്റിച്ചാടിയതുകൊണ്ട് 100 ദേഷ്യം വന്നാലും കയറാൻ പറ്റില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെയും കൂടി പെൻഷൻ കൊടുത്തിട്ടാണ് ഈ ഗവൺമെൻറ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ 2000 രൂപ പെൻഷൻ പൂച്ചവെറ്റി കിടക്കുന്ന ഖജനാവാണ് ഞങ്ങൾക്ക് തരുന്നതെന്നാണ് സതീശൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് കണ്ട സ്റ്റേറ്റ്മെൻറ്റ്, ധനകാര്യ വകുപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 4000 കോടി റുപ്യ ഇപ്പോൾ ഖജനാവിലുണ്ട് എന്നാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത കാര്യങ്ങൾ, ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് കൊടുക്കാനും UDF പറഞ്ഞിട്ടുള്ള പെൻഷൻ 3000 ആക്കുക, സ്ത്രീകൾക്ക് സൗജന്യ ട്രാൻസ്പോർട്ടിങ് സൗകര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കാനും കൂടി കഴിഞ്ഞ് മുന്നോട്ട് പോയാലല്ലേ ഇവരോടുള്ളൊരു സ്വീകാര്യത ജനങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് ഭാവിയിൽ നോക്കിക്കാണാം. എന്തായാലും LDF ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു, വലിയ വിഭാഗമായിരുന്നു. അത് 1-2 സന്ദർഭങ്ങളിൽ മാളവരെ ഒട്ടാകെ ബോധ്യപ്പെടുത്തിയതാണ്. ഏറ്റവും വലിയ കലാമിറ്റിയായ 2018 വലിയ പ്രളയം വന്നപ്പോഴും ഒരാളെ ഈ രാജ്യത്ത് പ്രയാസപ്പെടുത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തി അവർക്ക് മുഴുവൻ സംരക്ഷണം കൊടുത്തൊരു ഗവൺമെൻറ് അത്. കൊറോണ വന്നൊരു കാലത്ത് ഒരാൾ പോലും പട്ടിണി നടക്കാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്ത് നിലപാടെടുത്തൊരു ഗവൺമെൻറ്റാണത്. അപ്പോൾ അത്തരം ഒരു ചില സാഹചര്യങ്ങളിലൊക്കെ ജനങ്ങളോടൊപ്പമാണ് LDF ഗവൺമെൻറ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും പെരുമാറ്റ രീതികളിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതവർ പരിശോധിക്കും, തിരുത്തിയാൽ അവർക്കും നല്ലത്, ഇടതുപക്ഷ മുന്നണിക്ക് നല്ലത് എന്നേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാത്ത ആളുണ്ട്. നേരിട്ടൊരു ചർച്ചയിൽ അപ്പോൾ എനിക്ക് ചർച്ച ചെയ്യാനുള്ള വേദികളുമില്ല. എന്നാലും ഞാൻ അവരുടെ ശ്രദ്ധയിലൊക്കെ ഈ വിഷയങ്ങൾ പെടുത്തും. തിരുത്തേണ്ടതുണ്ട്, ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. തിരുത്തി ജനങ്ങളുടെ മുമ്പിൽ അത് തുറന്നു പറഞ്ഞ് ജനങ്ങളെ ചേർത്ത് പിടിച്ച് പഴയ ശക്തി കൂടുതൽ വീര്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് പിണറായി വിജയനെതിരെയുള്ള ഒരു വിമർശനമാണ്. കാരണം പിണറായിയുടെ പലപ്പോഴുള്ള പെരുമാറ്റം, ശൈലി, ഈ ധാർഷ്ട്യമൊക്കെ തിരിച്ചടിയായി ഇന്ന് മാറിയെന്ന് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഭരിക്കുന്നവരോടുള്ള ഒരു അമർഷമാണ് കേരളത്തിൽ മൊത്തത്തിൽ കണ്ടത് എന്നാണ് പറയുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? തോറ്റു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആരോപണങ്ങളും ഒരാളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അതാണ് അത്. അപ്പോൾ മറ്റാർക്കും പിന്നെ ഒരു കുറ്റമില്ലാന്ന് വരും. എല്ലാം പിണറായിയുടെ തലയിൽ വെച്ച് കെട്ടിയാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളൊന്നുമല്ല കുറ്റക്കാർ, മുഴുവൻ ഉത്തരവാദി പിണറായി വിജയൻ്റെ പങ്ക് പിണറായി വിജയന് കൊടുക്കണം, മറ്റോരോരുത്തർക്കുള്ള പങ്ക് അവരവർ ഏറ്റെടുക്കണം. അങ്ങനെ ഒരു ധാർഷ്യമോ പെരുമാറ്റ രീതികളോ ഉണ്ടെങ്കിൽ ഈ 5 കൊല്ലക്കാലം ഈ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കൊന്നും ചൂണ്ടിക്കാണിക്കാനോ പറയാനോ തിരുത്തിക്കാനോ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നതിനൊരർത്ഥമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകളും പോരായ്മകളുണ്ട്. അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ്, ആ പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതവർ തിരുത്തും വേണം.
അപ്പോൾ CPIയുടെ മുഖപത്രം ജനയുഗം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച്, അതായത് എല്ലാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും ഒരു വിശകലനം നടത്തിയിരുന്നു. അവരുടെ ലീഡർ പേജിൽ റൈറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിലും വലിയ വിമർശനമാണ് CPIക്കും അതുപോലെ തന്നെ ബിനോയ് വിശ്വം, അതുപോലെ തന്നെ പിണറായി വിജയനെതിരെ. അപ്പോൾ ബിനോയ് വിശ്വത്തിനും ഇത്തരത്തിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങ് തോന്നുന്നുണ്ട്? ബിനോയ് വിശ്വം അപ്രമാദിതൊന്നുമല്ലല്ലോ, ദൈവതുല്യമൊന്നുമല്ലല്ലോ. എല്ലാവരും മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റുമല്ലോ. ബിനോയ് വിശ്വം സ്വയം പരിശോധനയ്ക്ക് വിധേയമാകണം. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ 25 സീറ്റ് മത്സരിച്ച് 8 സീറ്റേ ജയിച്ചുള്ളൂ. ഇതിൽ കൂടുതൽ സീറ്റ് ജയിക്കാമായിരുന്നു. ഈ വെള്ളപ്പൊക്കത്തിലും ഇതുപോലുള്ള സാഹചര്യത്തിൽ പോലും ചില സീറ്റുകൾ ജയിക്കാമായിരുന്നു. ഞങ്ങൾ മത്സരിച്ച് സാധാരണ ജയിച്ചുകൊണ്ടിരുന്ന, എത്രയോ കാലമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ് ചാത്തന്നൂർ. അവിടെയാണ് ഇപ്രാവശ്യം BJP ജയിച്ചത്. ആ BJP ജയിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ് എന്ന് 100 വട്ടം ആലോചിക്കണം. അതിൽ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, തെറ്റ് തിരുത്തേണ്ടതായിട്ടുണ്ടോ? ജനങ്ങളോട് തുറന്ന് പറയണം. അങ്ങനെയുള്ള തെറ്റുകൾ ചിലത് സംഭവിച്ചിട്ടുണ്ട്. ചില സീറ്റുകൾ പരാജയപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ്. CPIക്ക് അല്ലെങ്കിൽ 3-4 സീറ്റുകൾ കൂടി കിട്ടുമായിരുന്നു ഈ സാഹചര്യത്തിലും. അത് നഷ്ടപ്പെടുത്തിയത് ഈ അവധാനതയില്ലാത്ത ചില നിലപാടുകൾ കൊണ്ടാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ ഇത് പാർട്ടി എന്തായാലും ഇനി ഈ തോൽവി പഠിക്കും, അതുപോലെ തന്നെ ഇതിന് ഒരു തിരുത്തൽ ഉണ്ടാകുമോ, ഒരു തിരുത്തൽ ശക്തിയായി മാറുമോ? തിരുത്തലില്ലാതെ ഈ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ പാർട്ടിയല്ലേ. എത്രയോ ഇതിനു മുമ്പ് തെറ്റ് പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്, തെറ്റ് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ തെറ്റ് തിരുത്തുകയും ശരിയായ വഴിയിലൂടെ പോകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ വന്ന പോരായ്മകളും തെറ്റുകളും മനസ്സിലാക്കുകയും തിരുത്തുകയും അത് ജനമധ്യത്തിൽ തുറന്നു പറയുകയും അത് തിരുത്തി മുന്നോട്ട് പോവുകയും കൂടുതൽ ജനങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ച് പോകാനും ഈ പാർട്ടി ശ്രമിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.